ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ മുങ്ങിക്കപ്പലായ INS അരിധാമൻ ഇന്ന് കമ്മീഷൻ ചെയ്യുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയത്. ഇതൊരു വാക്കല്ല, അധികാരത്തിൻ്റെ അടയാളമാണ് അരിധാമൻ എന്ന് എക്സിൽ കുറിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്യത്തിന്റെ പുതിയ കരുത്തിനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. വിശാഖപട്ടണത്തെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ അരിധാമനൊപ്പം അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ INS താരഗിരിയും നാവികസേനയുടെ ഭാഗമായി മാറും. ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാൻ കഴിയുന്ന അരിധാമൻ ശത്രുരാജ്യം ഇന്ത്യക്ക് നേരെ ഒരു ആണവ ആക്രമണം നടത്തിയാൽ പോലും സമുദ്രത്തിനടിയിൽ ഒളിച്ചിരുന്ന് ശക്തമായ തിരിച്ചടി നൽകും. INS അരിഹന്ത്, INS അരിഘാട്ട് എന്നിവയ്ക്ക് ശേഷമുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ SSBN കപ്പലാണ്. അരിഹന്തിനേക്കാൾ ഇരട്ടി മിസൈലുകൾ വഹിക്കാനുള്ള ശേഷിയും അരിധാമനുണ്ട്. ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ വികസിപ്പിച്ച 83 മെഗാവാട്ട് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറാണ് ഈ കൂറ്റൻ സബ്മറൈന് കരുത്തു പകരുന്നത്. വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അരിധാമനൊപ്പം നാവികസേനയുടെ മുൻനിരയിലേക്ക് എത്തുന്ന INS താരഗിരിയും സാങ്കേതികമായി ഏറെ മുന്നിലുള്ള ഒന്നാണ്. ശത്രുവിന്റെ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും ശബ്ദ വേഗതയുള്ള സർഫസ് ടു സർഫസ് മിസൈലുകളും താരഗിരിയുടെ പ്രത്യേകതകളാണ്. ഒരേ സമയം യുദ്ധമുഖത്തും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. 4 ആണവ മുങ്ങിക്കപ്പലുകൾ സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമായാണ് അരിധാമന്റെ വരവ്. ഇതോടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമുദ്ര മേഖലയിൽ പൂർണ്ണമായ നിരീക്ഷണം ഉറപ്പാക്കാനും ഏത് വെല്ലുവിളിയെയും നേരിടാനും ഇന്ത്യൻ നാവികസേനയ്ക്ക് സാധിക്കും. പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ 2 കപ്പലുകളും പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരതത്തിന്റെ വലിയ ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. INS അരിഹന്ത്, INS അരിഘാട്ട് എന്നിവയ്ക്ക് ശേഷം സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ ഭാഗമാകുന്ന മൂന്നാമത്തെ അന്തർവാഹിനിയാണ് അരിധാമൻ. കടലിലെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ അരിധാമൻ ഉടൻ തന്നെ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 ഏപ്രിൽ മെയ് മാസങ്ങൾക്കിടയിൽ അരിധാമൻ സേനയുടെ ഭാഗമാകുമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 7000 ടൺ ഭാരമുള്ള അരിധാമൻ മുൻഗാമികളായ അന്തർവാഹിനികളെക്കാൾ വലുപ്പമേറിയതും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയതുമാണ്. ശബ്ദം വളരെ കുറച്ച് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാനുള്ള സ്റ്റെൽത്ത് ശേഷിയും ഇതിന് കൂടുതലാണ്. അരിധാമൻ കൂടി എത്തുന്നതോടെ സമുദ്രത്തിൽ സദാസമയം ഒരു ആണവ അന്തർവാഹിനിയുടെ കാവൽ ഉറപ്പുവരുത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് ആണവ നയത്തിന് കീഴിൽ ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഇത് വർദ്ധിപ്പിക്കും. ലോകത്ത് ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളിൽ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ആണവാക്രമണം നടത്തില്ല എന്ന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള 2 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയും ചൈനയുമാണ്. 2003 ഇന്ത്യ രൂപീകരിച്ച ഈ നയത്തെയാണ് നോ ഫസ്റ്റ് യൂസ് എന്ന് വിളിക്കുന്നത്. 1998 പൊക്രാനിൽ ഇന്ത്യ നടത്തിയ ആണവായുധ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. 99 തന്നെ ഇന്ത്യ നോ ഫസ്റ്റ് യൂസ് നയം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.